എൻ്റെ പൊന്നു വൈശാഖേട്ടാ, ആ ട്രെയിലർ ഒന്നിറക്കാമോ? ടർബോയുടെ ട്രെയിലർ റിലീസ് ചെയ്യുവാൻ വൈശാഖിന്റെ കാല് പിടിച്ച ആരാധകർ. ഇനി 15 ദിവസം മാത്രം. ടീസർ പോലും ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ആ ട്രെയിലർ എങ്കിലും ഒന്ന് റിലീസ് ചെയ്യേട്ടാ. ഒരു പ്രമോഷനുമില്ല, ഒരു കോപ്പുമില്ല. വലിയ അത്ഭുതമൊന്നുമില്ല ആരാധകർക്ക്. കാരണം നിർമ്മാതാവിൻ്റെ പേര് മമ്മൂട്ടി എന്നാണ്. അയാൾ മികച്ച നടനാണ്. പക്ഷേ അയാൾ മികച്ച കച്ചവടക്കാരനല്ല. നഷ്ടം വരരുത്, കുറച്ച് ലാഭം മതി. ഒരു പുതിയ കാറ് വാങ്ങണം, 1-2 പുതിയ സൺഗ്ലാസ് വാങ്ങണം. അത്രയും ഉള്ളു മമ്മൂട്ടിക്ക്. കോടികൾ സമ്പാദിക്കാനൊന്നുമല്ല അയാൾ പടം നിർമ്മിക്കുന്നത്. അയാളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രമോഷനോ ഒന്നും മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കണ്ട. അയാൾക്കൊരു 100 കോടി പടവും ആവശ്യമില്ല. അയാൾ ഒരു ത്രില്ലിന് വേണ്ടി പടം പിടിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ പോയി കണ്ടാൽ മതി. ആ മൈൻഡ് സെറ്റാണ് മമ്മൂട്ടി എന്ന നിർമ്മാതാവിന്. പക്ഷേ ടർബോ പോലുള്ള ഒരു മാസ് പടത്തെ നല്ല ഹൈപ്പോടെ തിയേറ്ററിലെത്തിച്ചാൽ തിയേറ്ററിൽ നിന്നങ്ങ് കത്തും. തിയേറ്ററുകളിലേക്ക് ജനങ്ങൾ ഇടിച്ചു കയറും. പ്രേക്ഷകരൊക്കെ കുറേയായി ഒരു അടിപ്പടം കണ്ടിട്ട്. ആ സ്പേസ് നോക്കി നന്നായി മാർക്ക് ചെയ്താൽ നല്ല കളക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും ടർബോയ്ക്ക്. പക്ക മാസ് എൻ്റർടൈൻമെൻ്റ് ആണ് ടർബോ. അടിക്കടിയും കോമഡിക്ക് കോമഡിയും ഡയലോഗിന് നല്ല പഞ്ച് ഡയലോഗും നല്ല കിടിലൻ മേക്കിങ്ങുമുള്ള ഒരു പക്ക മാസ് മസാല പടം. ആരാധകർക്ക് ആഘോഷിക്കാൻ ഉള്ളതൊക്കെ പടത്തിലുണ്ട്. പ്രൊമോഷൻ്റെ കുറവ് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പടം ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ കയറി കൊളുത്തിക്കോളും. ആ ഒരു കോൺഫിഡൻറ്റ് മമ്മൂട്ടി എന്ന നടൻ നിർമ്മാതാവിനുമുണ്ട്. ആ കോൺഫിഡൻ്റ് ആണ് ഈ സൈലൻസിൻ്റെ കാരണം. ഉടൻ തന്നെ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നതാണ്. ട്രെയിലറിൻ്റെ എഡിറ്റിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിലറിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസുമില്ല. പക്കാ മാസായിരിക്കും. ആ ഒരു ട്രെയിലർ മതി പടത്തിൻ്റെ ഇപ്പോഴത്തെ ഗതി അങ്ങോട്ട് മാറാൻ. നിങ്ങളുടെ അഭിപ്രായം എന്തായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾ അപ്ഡേറ്റുകളും ചാനൽ വഴി ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.